കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അപ്പോൾ നമ്മൾ 6-ാം സർഗം നമ്മുടെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ എന്നിട്ട് പിന്നെ ഈ ജനകൻ ഇതൊക്കെ പറയണതും ഒക്കെ ചെന്ന് ജനകൻ എല്ലാവരെയും യാത്ര അയച്ചു. ഭയങ്കര പെരുമ്പറ, ദേവന്മാരും കൂടി പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും യാത്രയായി എന്ന് പറഞ്ഞ് നമ്മൾ 6-ാം സർഗം അവസാനിപ്പിച്ചു. ഇനി 7-ാമത്തെ സർഗത്തിൽ പരശുരാമൻ്റെ ഗർവം അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അവർ തിരിച്ച് അയോധ്യയിലേക്ക് പോകുമ്പോൾ പരശുരാമൻ ആയിട്ട് സംഗമം, പരശുരാമനെ കാണും. പരശുരാമൻ്റെ നമുക്ക് ആ കഥ അറിയാലോ. അതാണ് 7-ാമത്തെ സർഗത്തിൽ. 7-ാമത്തെ സ്വർഗത്തോടു കൂടി ബാലകാണ്ഡം കഴിഞ്ഞു. അപ്പോൾ ഈ സർഗ്ഗമാണ് ബാലകാണ്ഡത്തിൽ അവസാനത്തെ. അത് കഴിഞ്ഞ് അയോധ്യാകാണ്ഡമായി. അയോധ്യയിൽ എത്തുകയില്ലോ. ഇതിപ്പോൾ അയോധ്യയിലേക്ക് പോകുമ്പോഴാണല്ലോ പരശുരാമൻ എന്തിനെ എൻ്റെ ഗുരുവിൻ്റെ ശിവൻ്റെ വില്ലൊടിച്ചെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക. അപ്പോൾ പിന്നെ ശ്രീരാമൻ അവതാരാന്ന് മനസ്സിലായി. പിന്നെ അങ്ങനെയാണല്ലോ കഥ. അപ്പോൾ അത് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. അതിലൊരു ഭാഗം ഞാൻ വെറുതെ ആദ്യം വായിച്ചിട്ട് നമുക്ക് ഈ അധ്യാത്മരാമായണത്തിൽ പോവാം. അതായത് എഴുത്തച്ഛൻ്റെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് പോവാം. അതോ ഇവർ പോണ സമയത്ത് പിന്നെ എന്താണ്, വഴിയിൽ വെച്ച് വളരെ ദേഷ്യം വന്നും കൊണ്ട് വളരെ കോപാക്രാന്തനായിട്ടുള്ള ഭാർഗവരാമൻ വന്നു. എന്നിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. എന്താ ആരാത് ഈ ഇത് പിന്നെ വില്ല് പൊളിച്ച് വെച്ചപ്പോൾ പറഞ്ഞു ദശരഥൻ്റെ മകൻ രാമനാണ് പറഞ്ഞു. അപ്പം അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, പരശുരാമൻ പറയാണ്, ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഇത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവൻ ക്ഷത്രിയനെന്നാകിലോ നില്ലരക്ഷണം എന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. നീയല്ലേ ശിവൻ്റെ വില്ല് പൊട്ടിച്ച് ഇപ്പോൾ സീതയെ വിവാഹം കഴിച്ചു എന്നൊക്കെ കേട്ടുമല്ലോ, വലിയ വില്ലാളി വീരനാണെന്ന്. എന്നാൽ ശരി, എൻ്റെ കയ്യിൽ ഒരു വൈഷ്ണവ ചാപമുണ്ട്. ശരിക്കും മറ്റതും വിഷ്ണു ശിവന് കൊടുത്തത് തന്നെയാണല്ലോ. എന്തായാലും എൻ്റെ കയ്യിലൊരു വൈഷ്ണവ ചാപം ഉണ്ട്. അത് നിനക്ക് ഖണ്ഡിക്കാൻ പറ്റുമോ ചോദിക്കുകയാണ്. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതു കൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്വൻ. അങ്ങനെ പറ്റിച്ചാൽ ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. അല്ലെങ്കിലോ അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും. ഇല്ലെങ്കിൽ ഞാൻ കൂട്ടത്തോടെ നിങ്ങളെ കൊല്ലുന്ന ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ. ഞാൻ ക്ഷത്രിയന്മാരെ നശിപ്പിക്കുന്ന ആളാണെന്ന് അറിയില്ലേ. ശത്രുത്വം നമ്മിൽ പണ്ടേയുണ്ടെന്നോർക്ക നീ. അതാണ് പറയണത്. അവിടേക്കൊക്കെയാണ് നീ നമ്മളെ എത്താൻ പോണാട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിട്ട് കുറച്ച് വായിക്കാം. ഇനിയിപ്പോൾ നമുക്ക് 7-ാം സർഗം തുടങ്ങാട്ടോ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഞാനത് ചെല്ലിയില്ല എന്നൊരു തോന്നലെനിക്ക്. എന്തായാലും ഞാൻ അഥവാ 2-ാമത്തെ പ്രാവശ്യം ചെല്ലിയാലും സാരമില്ലല്ലോ. അപ്പോൾ ബാലകാണ്ഡം 7-ാം സർഗം. ശ്രീ മഹാദേവ ഉവാച. ശിവൻ പാർവതിയോട് പറയുകയാണ് ആദ്യ കഥയിലേക്ക് പോലെ. അഥ ഗച്ഛതി ശ്രീരാമേ മൈഥിലാദ്യോജനത്രയം നിമിത്താന്യധിഘോരാണി ദദർശ നൃപസത്തമ. അഥ ശ്രീരാമേ, അനന്തരം ശ്രീരാമൻ മിഥില രാജ്യത്തിൽ നിന്ന് യോജനത്രയം ഗച്ഛതി 3 യോജന യാത്ര ചെയ്തേയുള്ളൂ അവർ. അപ്പോഴേക്കും നൃപസത്തമ, അതായത് ദശരഥ മഹാരാജാവേ, അധിഘോരാണി നിമിത്താനി ദദർശ,
ഭയങ്കരമായിട്ടുള്ള നിമിത്തങ്ങളെ, അതായത് ദുശകുനങ്ങളെ കണ്ടു. ഇവർ അയോധ്യയിൽ നിന്ന് മിഥിലയിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടൊരു 3 നാഴിക എന്ന് വിചാരിക്കുക, യോജനയാണ്, നാഴികയൊക്കെ അധികം കേട്ടോ. 3 യോജന പോന്നപ്പോഴേക്കും എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി ദശരഥന്. ദശരഥൻ പറഞ്ഞു, എന്തൊക്കെയോ അശുഭ സൂചകങ്ങളായിട്ടുള്ള എന്തൊക്കെയോ നിമിത്തങ്ങൾ കാണൂലോ എന്ന് കണ്ടു. ശ്രീ മഹാദേവ ഉവാച അഥ ഗച്ഛതി ശ്രീരാമേ മൈഥിലാദ്യോജനത്രയം നിമിത്താന്യധിഘോരാണി ദദർശ നൃപസത്തമാ. ഇനി 2 നത്വാ വസിഷ്ഠം പപ്രച്ഛ കിമിദം മുനിപുങ്കവ നിമിത്താനീഹ ദൃശ്യന്തേ വിഷമാണി സമന്തത. വസിഷ്ഠം നത്വാ പ്രഭച്ച, വേഗം വസിഷ്ഠനെ നമസ്കരിച്ചിട്ട് ദശരഥൻ ചോദിച്ചു, ഹേ മുനി പുങ്കവ, ഹേ മുനിശ്രേഷ്ഠ, ഇഹ സമന്തത വിഷമാണി നിമിത്താനി ദൃശ്യന്തേ. ഇവിടെ എന്തൊക്കെയോ ഞാൻ ദുർനിമിത്തങ്ങൾ കാണുന്നു. ഇതം കിം, ഇതെന്താ അത്? വസിഷ്ഠനോട് ചോദിക്കുകയാണ്. ഹേ വസിഷ്ഠ ഗുരോ, ഇവിടെ 4 ഭാഗത്തുനിന്ന് ഞാൻ എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുമല്ലോ, ലക്ഷണങ്ങൾ, അശുഭമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുമല്ലോ. ഇതെന്താ, ഇതെന്തിനെയാണ് സൂചിപ്പിക്കണത്, അങ്ങക്ക് അറിയോ ചോദിക്കുകയാണ്. നത്വാ വസിഷ്ഠം പപ്രച്ഛ കിമിദം മുനിപുങ്കവ നിമിത്താനീഹ ദൃശ്യന്തേ വിഷമാണി സമന്തത. അപ്പം വസിഷ്ഠസ്ത്വമഥ പ്രാഹ ഭയമാഗാമി സൂച്യതേ പുനരപ്യഭയം തേദ്യ ശീഘ്രമേവ ഭവിഷ്യതി. 4 കൂടി ഒന്നിച്ചാട്ടോ. മൃഗാ പ്രദക്ഷിണം യാന്തി പശ്യത്വം ശുഭസൂചകാഃ ഇത്യേവം വദതസ്തസ്യ വവൗ ഘോരതരോനില. അഥ വസിഷ്ഠഃ തം പ്രാഹ. അത് കേട്ടപ്പോൾ വസിഷ്ഠൻ ദശരഥനോട് പറഞ്ഞു, ആഗാമി ഭയം സൂച്യതേ, വരാൻ പോകുന്ന ഒരു ഭയം, എന്തോ ഒരു ഭയാനകമായിട്ടുള്ള എന്തോ വരണതാണ് സൂചന. ഭയാനകമായിട്ടുള്ള എന്തോ സംഭവിക്കാൻ പോണേൻ്റെ സൂചനയാണ്. പുനഃ അഭി അദ്യ, ഇപ്പോൾ വീണ്ടും ശീഘ്രം ഏവത്തെ അഭയം ഭവിഷ്യതി. അങ്ങനൊരു ഭയാനകമായിട്ടുള്ള സന്ദർഭം ഉണ്ടാവിച്ചാലും പിന്നെ അങ്ങക്ക് അതിന്ന് അഭയം കിട്ടും. അത് മാറും, ആ ഭയാനകമായിട്ടുള്ളൊരു സന്ദർഭം വരും, പക്ഷെ അതിന്ന് നിവൃത്തി ഉണ്ടാവും. ശുഭസൂചകാഹ മൃഗാഹ, ശുഭമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന മൃഗങ്ങൾ. ത്വാം പ്രദക്ഷിണം യാന്തി പശ്യ. ശരിയാണ്, കുറച്ച് ദുർനിമിത്തങ്ങളെ കാണുന്നുണ്ട്, എന്തോ ഭയാനകമായിട്ടുള്ള സംഭവിക്കും, പക്ഷേ അതൊക്കെ തട്ടിപ്പോവും. എന്താ കാരണം വെച്ചാൽ ശുഭം സൂചിപ്പിക്കുന്ന ചില മൃഗങ്ങൾ അങ്ങേതാ പ്രദക്ഷിണം വെച്ചിങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പിന്നെ അതിശുഭാവും എന്നാണ്. ഇത് ഏവം തസ്യ വദത. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ അവർ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഘോരതരാഹ അനിലാഹ വവൗ, അതിഘോരായിട്ടുള്ള ഭയങ്കര ശക്തിയോടുള്ള കാറ്റ് വീശിന്ന്. എന്താ അറിയോ, വസിഷ്ഠനോട് ചോദിച്ചൂലേ എന്താ അപ്പം അത് ചോദിച്ചപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, എന്തോ വരാൻ പോണ ഒരു ഭയാനകമായിട്ടുള്ളൊരു സന്ദർഭം സൂചന ഉണ്ട്. ശരിയാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ നല്ല ശുഭസൂചകമായിട്ടുള്ള മൃഗങ്ങൾ അങ്ങേ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ ഒരു സന്ദർഭത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് നമുക്ക് മംഗളം വരുന്നതാണ് അർത്ഥം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് പെട്ടെന്ന് അതിഭയങ്കരമായിട്ടുള്ള കാറ്റങ്ങട് വീശി. ഓക്കെ, 3-4 വായിച്ച് പിന്നെ നമുക്ക് 4 ശ്ലോകം ഒന്നിച്ചാ. വസിഷ്ഠസ്തമഥ പ്രാഹ ഭയമാഗാമി സൂച്യതേ പുനരപ്യഭയം തേദ്യ ശീഘ്രമേവ ഭവിഷ്യതി. ഭയം ഉള്ളൊരവസ്ഥ വന്നാലും വേഗം, ശീഘ്രം എന്ന് പറയുന്നുണ്ട്, വേഗം തന്നെ ശുഭാവും. അതാണ്. മൃഗാഹ പ്രദക്ഷിണം യാന്തി പശ്യത്വം ശുഭസൂചകാഹ. ശുഭസൂചകങ്ങളായിട്ടുള്ള മൃഗങ്ങൾ അങ്ങേ പ്രദക്ഷിണം വയ്ക്കണ കാണാണ്ട്. ഇത്യേവം വദതസ്തസ്യ വവൗ ഘോരതരോനില. അപ്പോഴേക്കും ഭയങ്കര കാറ്റായിരുന്നു. ഞാൻ 5, 6, 7, 8 കൂടി വായിക്കാം. മുഷ്ണം ചക്ഷൂംഷി സർവേഷാം പാംസു വൃഷ്ടിഭിരർദ്ധയൻ തതോ വ്രജൻ ദദർശാഗ്രേ തേജോരാശിമുപസ്ഥിതം
കോടിസൂര്യപ്രതീകാശം വിദ്യുൽ പുഞ്ചസമപ്രഭം തേജോരാശിം ദദർശാഥ ജാമദഗ്ന്യം പ്രതാപവാൻ നീലമേഘനിഭം പ്രാംശും ജടാമണ്ഡലമണ്ഡിതം ധനു പരശുപാണിം ച സാക്ഷാൽ കാലമിവാന്തകം കാർത്തവീര്യാന്തകം രാമം ക്ഷത്രിയമർദ്ദനം പ്രാപ്തം ദശരഥസ്യാഗ്രേ കാലമൃത്യുമിവാപരം. ആരാ വരണപ്പോൾ നമുക്ക് കാണാം. പാംസുവൃഷ്ടിഭി, പൊടിപടലങ്ങളാൽ, സർവേഷാം ചക്ഷുംഷീം മുഷ്ണൻ അർദ്ധയൻ, എല്ലാവരുടെ കണ്ണുകളെയും കംപ്ലീറ്റ്ലി വേദനിപ്പിച്ചുകൊണ്ട്, അർദ്ധയൻ പൊടിയായിട്ടേ പൊടിപടലം കൊണ്ട് എല്ലാവരുടെയും കണ്ണിങ്ങനെ അടഞ്ഞ് വേദനിക്കുന്നുണ്ട്. പിന്നെയോ തതഹ വ്രജൻ, അവിടെ നിന്ന് നടക്കുന്നവനായിട്ട്, അഗ്രേ ഉപസ്ഥിതം, മുൻഭാഗത്ത് എന്തോ ഒരു തേജോരാശി ദദർശ, ഒരു തേജോ രൂപം കണ്ടു മുമ്പിൽ. കോടി സൂര്യപ്രതീകാരം, കോടി സൂര്യന്മാരെ പോലെ ശോഭിക്കുന്ന, വിദ്യുൽ പുഞ്ച സമപ്രഭം, അനവധി മിന്നൽ കൂട്ടത്തിൻ്റെ പ്രഭയോടുകൂടിയവനും, നീലമേഘനിഭം, നീലമേഘത്തിൻ്റെ കളറോട് കൂടിയവനും, പ്രാംശും, നല്ല ഉയരം, ജടാമണ്ഡലമണ്ഡിതം, ജട അണിഞ്ഞവനും, ധനു പരശുപാണിം ച, വില്ലും പരശു അതായത് മഴു, വില്ലും മഴുവും കയ്യിലുണ്ട്. സാക്ഷാൽ അന്തകം കാലം ഇവ, കാലനാണ് തോന്നും, ശരിക്കുള്ള എല്ലാവരുടെയും അന്തകനായിട്ടുള്ള കാലനാണ് എന്ന് തോന്നുമാറ്. ദൃപ്ത ക്ഷത്രിയമർദ്ദനം, അതായത് അഹങ്കാരികളായിട്ടുള്ള ക്ഷത്രിയന്മാരെ നശിപ്പിക്കുന്നവനും, അല്ലേ? കാർത്തവീര്യാർജുനൻ്റെ കഥ അതാണല്ലോ. പരശുരാമനും കാർത്തവീര്യാർജുനനും. കാർത്തവീര്യാന്തകം, കാർത്തവീര്യനെ നശിപ്പിച്ചവനും, അപരം കാലമൃത്യും ഇവ പ്രാപ്തം, വേറൊരു കാലനോ എന്നു തോന്നുമാറ് അവിടെ എത്തി മുമ്പിൽ ബിരെ. തേജോരാശിം ജാമദഗ്നം, തേജസ്സിന് സ്വരൂപം പൂണ്ട ജമദഗ്നിയുടെ പുത്രൻ, അതാണ് ജാമദഗ്ന എന്ന് പറഞ്ഞത്. ജമദഗ്നിയുടെ പുത്രൻ ജാമദഗ്നം, എപ്പോഴും സംസ്കൃതത്തിൽ അങ്ങനെയാണല്ലോ. വസുദേവൻ്റെ പുത്രൻ വാസുദേവൻ, അല്ലേ? അതുപോലെ ജമദഗ്നിയുടെ പുത്രൻ ജാമദഗ്നി. അപ്പോൾ ഇങ്ങനെ തേജസ്സിന് സ്വരൂപം പൂണ്ട ജമദഗ്നി പുത്രനെ പ്രതാപവാൻ ദശരഥ ദദർശ, പ്രതാപവാനായിട്ടുള്ള ദശരഥൻ കണ്ടു എന്ന്, അതാണ് പറഞ്ഞത്. അപ്പോൾ നല്ല കാറ്റ് വന്നു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ കഴിഞ്ഞ ശ്ലോകം നിർത്തിയത്. ആ കൊടുങ്കാറ്റുകൊണ്ട് പൊടിപടലം നല്ലോണം ഉണ്ടായിരുന്നു. ആ പൊടിപടലം കണ്ണിലായിട്ട് എല്ലാവരുടെയും കണ്ണ് വളരെ വേദനിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അടുത്ത് ഒരു തേജസ്, അതായത് അനവധി സൂര്യന്മാരുദിച്ചുയരുന്ന പോലുള്ള തേജസ്സും, പിന്നെ മിന്നൽക്കൊടി അനവധി ഒന്നിച്ച് വന്നാൽ തേജസ് പോലുള്ള തേജസ് കണ്ടു. അതൊരു സാമാന്യമായിട്ടുള്ള തേജസ്സൊന്നും അല്ല കേട്ടോ, അത്ര കോടി സൂര്യ സമപ്രഭണ്ട്. എന്നിട്ട് അരികത്തേക്ക് വരുന്തോറും അതൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി ഇവർക്ക്. അത്ര പൊടിയുണ്ടേ. അപ്പോൾ കുറച്ച് അടുത്ത് വന്നിട്ടേ കാണുള്ളൂ. ഒരു മനുഷ്യ രൂപമാണെന്ന് മനസ്സിലായി. നീലമേഘം പോലെയാണ് ദേഹം. എന്നിട്ട് ജട ഒക്കെ ഉണ്ട്. ജട കൊണ്ട് ഇങ്ങനെ അലങ്കൃതമാണ് ശിരസ്. പിന്നെയോ നല്ല ഉയരമുള്ള ആ പുരുഷൻ്റെ കയ്യിൽ എന്തൊക്കെയുള്ളത്? ഒരു വില്ലുണ്ട്, ഒരു മഴുണ്ട്. എല്ലാ സർവ്വജീവജാലങ്ങളെയും ജീവനെടുക്കുന്ന കാലം തന്നെയാണോ എന്ന് തോന്നിക്കുമാറ് പേടിയവും. അങ്ങനെയുള്ള ഈ ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയ കാർത്തവീര്യാർജുനൻ, അഹങ്കാരികളായിട്ടുള്ള ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയ കാർത്തവീര്യാർജുനെ നശിപ്പിച്ച ഈ പരശുരാമനാണ് ഇപ്പോൾ ഒരു മൃത്യുദേവനെ പോലെ അടുത്ത് വന്നിരിക്കുന്നത് എന്ന് ദശരഥൻ മുമ്പിലങ്ങോട്ട് കണ്ടു പരശുരാമനെ.
മൃത്യുദേവനാണോ എന്ന് തോന്നുമാറെ തറ പേടിയവും. അങ്ങനെ കിട്ട് പരശുരാമൻ ഈ പൊടിപടലത്തിൻ്റെ ഉള്ളിൽ കൂടെ പരശുരാമൻ ദശരഥൻ്റെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ 4 ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 4 ശ്ലോകം വായിച്ച് പിന്നത്തെ ശ്ലോകത്തിലേക്ക് പോവാം. മുഷ്ണം ചക്ഷുംഷി സർവേഷാം, എല്ലാവരുടെ കണ്ണും പൊടിപടലം കൊണ്ടേ പാംസു വൃഷ്ടിഭിരർദ്ധയൻ, വേദനിക്കുക പൊടിയായിട്ട്. തതോ വ്രജൻ ദദർശാഗ്രേ തേജോരാശിമുപസ്ഥിതം, തേജസ്വരൂപൻ, തേജസ്വിയായിട്ടൊരാള്. കോടി സൂര്യപ്രതീകാശം അല്ലേ, കോടി സൂര്യന്മാർ ഉദിച്ചു വരുന്ന പോലത്തെ പ്രകാശം. വിദ്യുൽ പുഞ്ച സമപ്രഭം, വിദ്യുച്ചാൽ ഇടിമിന്നലാണ്, ഇടിമിന്നൽ അനവധി എണ്ണം ഒന്നിച്ചുണ്ടായത് അതുപോലത്തെ പ്രകാശം. തേജോരാശിം ദദർശാഥ ജാമദഗ്നിം പ്രതാപവാൻ, ജാമദഗ്നി പറഞ്ഞാൽ ജമദഗ്നിയുടെ പുത്രനായിട്ടുള്ള പരശുരാമനെ കണ്ടു. നീലമേഘനിഭം, നീലമേഘത്തിൻ്റെ നിറം. പ്രാംശും ജടാമണ്ഡലമണ്ഡിതം, നല്ല ഉയരമുള്ള ആള്, ജട ധരിച്ച്. ധനു പരശുപാണിം ച, വില്ലും മഴുവും കയ്യിൽ പിടിച്ച്. സാക്ഷാൽ കാലമിവ അന്തകം, ശരിക്കുള്ള കാലനാണോ എന്ന് തോന്നുമാറ്. കാർത്തവീര്യാന്തകം രാമം, കാർത്തവീര്യനെ നശിപ്പിച്ച പരശുരാമൻ. ദൃപ്തക്ഷത്രിയമർദ്ദനം, കാർത്തവീര്യനെ മാത്രമല്ല 21 വട്ടം ക്ഷത്രിയന്മാരെ മുഴുവൻ നിഗ്രഹിച്ചു. അതായത് അഹങ്കാരികളായിട്ടുള്ള ക്ഷത്രിയന്മാരെ 21 വട്ടം നിഗ്രഹിച്ചു ഇല്ലേ. പ്രാപ്തം ദശരഥസ്യാം അഗ്രേ, ദശരഥൻ്റെ മുമ്പിൽ. കാലമൃത്യുമിവാപരം, മൃത്യുദേവനാണോ എന്ന് തോന്നുമാറ് പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, ഇനി തം ദൃഷ്ട്വാ ഭയസന്ത്രസ്തോ രാജാ ദശരഥസ്തദാ അർഘ്യാദിപൂജാം വിസ്മൃത്യ ത്രാഹി ത്രാഹീതി ചാബ്രവീത്. തം ദൃഷ്ട്വാ, അദ്ദേഹത്തിനെ കണ്ടിട്ട് ഭയസന്ത്രസ്ത രാജാ ദശരഥ, ഭയം കൊണ്ടിങ്ങനെ ഉള്ളു, അതായത് ഭയം കൊണ്ട് പെടയ്ക്കണ ആര്, ദശരഥൻ. തഥാ അർഘ്യാദിപൂജാം വിസ്മര്യ, അതായത് അർഘ്യപൂജയൊക്കെ ചെയ്യാൻ അതിഥി സൽക്കാരമൊക്കെ ചെയ്യാൻ മറന്നു. വിസ്മൃത്യ, പേടിയോണ്ടേ അതിഥി സൽക്കാരം അർഘ്യാദി പൂജകളൊക്കെ ചെയ്താൻ മറന്നിട്ട്. ത്രാഹി ത്രാഹി ഇതി അബ്രവിച്ച, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് മാത്രം ഇങ്ങോട്ട് പറഞ്ഞു. ദശരഥൻ പാവം പേടിച്ച് വിറച്ചു. ആ പേടിയിൽ പരശുരാമൻ്റെ കാല് കഴുകി പൂജ ചെയ്യാനൊക്കെ മറന്നിട്ട്, അതൊക്കെ മറന്നിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് മാത്രം പറഞ്ഞു പാവം ദശരഥൻ. തം ദൃഷ്ട്വാ ഭയസന്ത്രസ്തോ രാജാ ദശരഥസ്തദാ അർഘ്യാദിപൂജാം വിസ്മൃത്യ ത്രാഹി ത്രാഹി ദിതാ ബ്രവീത്, രക്ഷിച്ചാലെന്ന് പറഞ്ഞു. പാവം പേടിയായി. അതായത് ക്ഷത്രിയനാണല്ലോ, 21 വട്ടം ക്ഷത്രിയന്മാരെ നശിപ്പിച്ച ആളാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പം ഇവരും ക്ഷത്രിയന്മാരല്ലേ, അപ്പം ഇവരെ നശിപ്പിച്ചാലോ തന്നെ പേടി. ഇനി നമുക്ക് 10, 11, 12 കൂടി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണം കേട്ടോ. എന്തായാലും അല്ല, ഒന്നിച്ചാണ് 14 വരെ ഒന്നിച്ച് ചെയ്യാം. ദണ്ഡവൽപ്രണിപത്യാഹ പുത്രപ്രാണം പ്രയച്ഛമേ ഇതി ബ്രുവന്തം രാജാനം അനാദൃത്യ രഘൂത്തമം. ഉവാച നിഷ്ഠുരം വാക്യം ക്രോധാൽ പ്രചലിതേന്ദ്രിയ. ത്വം രാമ ഇതി നാംനാമേ ചരസി ക്ഷത്രിയാധമ. ദ്വന്ദ്വയുദ്ധം പ്രയച്ഛാസു യദി ത്വം ക്ഷത്രിയോസി വൈ. പുരാണം ജർജരം ചാപം ഭുങ്ക്ത ത്വം കഥസേ മുഥ. അസ്മിംസ്തു വൈഷ്ണവേ ചാപേ ആരോപയസി ചേദ്ഗുണം. തദാ യുദ്ധം ത്വയാ സാർദ്ധം കരോമി രഘുവംശജ. നോചേൽ സർവാൻ ഹനിഷ്യാമി ക്ഷത്രിയാന്തകരോമ്യഹം. ഇതി ബ്രുവതി വൈ തസ്മിൻ ചചാല വസുധാ ഭൃശം. എന്താ കഥ? മേ പുത്രപ്രാണം പ്രയച്ഛ, എൻ്റെ മകനെ ഒന്നും ചെയ്യരുതേ, പുത്രൻ്റെ പ്രാണനെ എനിക്ക് തരണേ, മീൻസ് മകനെ ഒന്നും ചെയ്യരുതേ. ദണ്ഡവൽ പ്രണിപത്യ ആഹാ, ദണ്ഡം പോലെ, അതായത് വടി പോലെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകനെ ഒന്നും ചെയ്യരുതേ. ഇതി ബ്രുവന്തം രാജാനം അനാദൃത്യ, ഇങ്ങനെ
പറയുന്ന രാജാവിനെ ഒട്ടും ആദരിച്ചില്ല പരശുരാമൻ. എൻ്റെ പുത്രനെ ഒന്നും ചെയ്യരുതേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പാവം കാൽക്കൽ നമസ്കരിച്ചു ദശരഥൻ. ആ ദശരഥനെ ഒട്ടും ഗൗനിച്ചില്ല, മുമ്പിലുണ്ടെന്നെ നടിച്ചില്ല, ആദരിച്ചില്ല. അനാദരിച്ചിട്ട് ക്രോധാൽ പ്രചരിതേന്ദ്രിയ, ക്രോധം കൊണ്ട് ക്ഷോഭിച്ച കണ്ണും മൂക്കും ചെവിയൊക്കെ കണ്ടറിയാം, ക്രോധം കൊണ്ട് ചുണ്ടും ഒക്കെ ക്ഷോഭിച്ചിട്ടുള്ള ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട് രഘുത്തമം നിഷ്ഠുരം വാക്യം ഉവാച. പിന്നെ എന്താണ് ശ്രീരാമനോട് ശരിക്കും ദയയില്ലാത്ത വാക്കുകളാണ് പറഞ്ഞത്. എന്താ പറഞ്ഞ? നിഷ്ഠുരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു, കഠിനമായിട്ടുള്ള പരുഷമായിട്ടുള്ള വാക്ക്. ക്ഷത്രിയാധമഹാത്വം, ക്ഷത്രിയന്മാരിൽ അധമനാണ് നീ. രാമ ഇതി മേ നാംന ചരസി, രാമൻ ശരിക്കും ഞാനാണ്, നീയ് ഒരു ക്ഷത്രിയ അധമനാണ്, എന്നിട്ട് എൻ്റെ പേരും വെച്ച് വിലസി നടക്കണു അല്ലേ? എത്ര നിഷ്ഠുരായിട്ടുള്ള അല്ലേ, എത്ര കഠിനമായിട്ടുള്ള വാക്കാ പറയണത് പരശുരാമൻ ശ്രീരാമനോട്. ഹേ രാമ, നീയൊരു ക്ഷത്രിയ അധമനാണ്, എന്നിട്ട് നീ എൻ്റെ പേരും വെച്ച് വിലസി നടക്കണു അല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ നാമത്തോടുകൂടി സഞ്ചരിക്കണമെന്ന്. ത്വം ക്ഷത്രിയ വൈ അസി യതി, നീ ക്ഷത്രിയൻ തന്നെയാണ് എങ്കിൽ ആശു ദ്വന്ദ്വയുദ്ധം പ്രയച്ഛ, എന്നോട് ദ്വന്ദ്വയുദ്ധത്തിന് വാ. നീ ക്ഷത്രിയനാണല്ലോ, യുദ്ധം ചെയ്യാൻ വലിയ കഴിവുള്ളവരല്ലേ ക്ഷത്രിയന്മാർ. എന്നാൽ എന്നോട് ദ്വന്ദ്വയുദ്ധത്തിന് വരികയാണെങ്കിൽ ആശു ദ്വന്ദ്വയുദ്ധം പ്രയച്ഛ, നീ നമുക്ക് ദ്വന്ദ്വയുദ്ധം ചെയ്യാം ഞാനായിട്ട്. പുരാണം ജർജരം ചാപം ഭഞ്ജിക്കുക, ഭങ്ക്ത എന്നാണ്, ഭുങ്ക്ത എന്നല്ല കേട്ടോ, അത് ഭുങ്ക്ത പറഞ്ഞാൽ ഭുജിക്കുക എന്നാണ്. പുരാണം ജർജരം ചാപം ഭങ്ക്ത്വ, ഈ പണ്ടുള്ളതായിട്ടുള്ള ശിവൻ്റെ പണ്ടുള്ളതായിട്ടുള്ള ബലം കുറഞ്ഞ ചാപത്തെ ഭഞ്ജിച്ചിട്ട്, നീയിപ്പോൾ ശിവൻ്റെ ചാപം ഭഞ്ജിച്ച് വലിയ ആളായി എന്ന് വിചാരിക്കണ്ട, അത് പഴയ ഒരു വില്ലാണ്, അതുകൊണ്ടാണ് നിനക്ക് പറ്റിയത്. മുഥ കഥസേ, നീ വ്യർത്ഥമായിട്ട് നീ വലിയ അഭിമാനം നടിക്കണ്ട. നീയൊരു ശിവൻ്റെ ഒരു പഴയ വില്ലൊടിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വീമ്പൊന്നും ഇളക്കണ്ട എന്ന് പറയുകയാണെ, അത് പഴയ വില്ലായിരുന്നു എന്ന്. വൈഷ്ണവേ അസ്മിൻ ചാപേതു ഗുണം ആരോപയസി ചെയ്ത്, എന്നാൽ ശരി, നീ ആ ശിവൻ്റെ പഴയ വില്ല് പിന്നെ പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ അഹങ്കാരമാണല്ലോ നിനക്ക്, എന്നാ കാണട്ടെ. ഈ വൈഷ്ണവ ചാപം എൻ്റെ കയ്യിലുണ്ട്, ഒരു വിഷ്ണുവിൻ്റെ ചാപം, വിഷ്ണു വൈഷ്ണവ ചാപമാണത്. അത് നിനക്ക് ഞാൻ വലിച്ച് മുറിക്കാൻ പറ്റുമെങ്കിൽ രഘുവംശജ തഥാ ത്വയാ സാർത്ഥം യുദ്ധം കരോമി, എന്നാൽ രഘുവംശത്തിൽ ജനിച്ച രാമ, നിന്നോട് ഞാൻ യുദ്ധം ചെയ്യാം. അതുവരെ ഞാൻ യുദ്ധം ചെയ്യാനും കൂടി തയ്യാറല്ല. നീ ആദ്യം പറഞ്ഞു ദ്വന്ദ്വയുദ്ധത്തിന് വരൂ എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു നീയിപ്പോൾ ആ ശിവൻ്റെ പഴയ വില്ല് മുറിച്ച അഹങ്കാരത്തിലാണല്ലോ, എന്നാൽ ഞാനൊരു വൈഷ്ണവ ചാപം തരാം നിനക്ക്, അതൊന്ന് ഞാൻ വലിച്ച് മുറുക്കി പൊട്ടിക്ക്, അതിനെ ഭഞ്ജിക്ക്, എന്നാൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ വരാം എന്ന് പറഞ്ഞു. നോചേൽ സർവാനി ഹനിഷ്യാമി, ഇല്ലാച്ചാൽ എല്ലാവരെയും ഞാനിപ്പോൾ കൂട്ടത്തോടെ കൊല ചെയ്യും. അഹം ക്ഷത്രിയാന്തകരഹ ഹി, ഞാൻ ക്ഷത്രിയന്മാരുടെ അന്തകനാണെന്ന് അറിയാലോ. ഇതി തസ്മിൻ ബ്രുവൈതി വൈ, ഇപ്രകാരം അവൻ പറയുമ്പോൾ തന്നെ വസുധാഭൃശം ചാല, ഭൂമി ഇങ്ങനെ ഇളകാൻ തുടങ്ങി. ചാല ഭൂമി കുലുക്കം പോലെ. ഇത് പരശുരാമൻ പറഞ്ഞപ്പോൾ ഭൂമിയും കൂടി വിറച്ചു, ഭൂമി കുലുക്കണ്ടായ പോലെ. എന്താ അറിയോ, പാവം ദശരഥനെ അങ്ങനെ കാൽക്കൽ നമസ്കരിച്ചു പേടിച്ചിട്ടേ, പറഞ്ഞില്ലേ അർഘ്യാപാദാദികളൊന്നും കൊടുക്കാൻ മറന്നു, എന്നിട്ട് അങ്ങനെ നമസ്കരിച്ചിട്ട് പാവം എൻ്റെ മകനെ, എൻ്റെ പുത്രനെ വധിക്കരുതേ പറഞ്ഞിട്ട് പാവം ദണ്ഡ് നമസ്കാരം ചെയ്തു. ആ രാജാവിനെ, മുമ്പിൽ കിടക്കുന്ന രാജാവിനെയൊക്കെ തീരെ ഗൗനിക്കാതെ കുറച്ചും കൂടി മുമ്പിലേക്ക് വന്ന് ശ്രീരാമൻ്റെ അടുത്തങ്ങോട്ട് വന്നിട്ട് കോപം കൊണ്ട് എരിയുന്ന ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ട് കഠിനമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. എന്താ കഠിനമായിട്ടുള്ള വാക്ക് പറഞ്ഞ? ക്ഷത്രിയാധമനായിട്ടുള്ള രാമ, നീയെ എൻ്റെ പേരും ധരിച്ചും കൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുകയാണല്ലേ, നീ ക്ഷത്രിയനാണെങ്കിൽ ഞാൻ എന്നോട് ദ്വന്ദ്വയുദ്ധത്തിന് വാ,
പണ്ട് പണ്ടേയുള്ള ശിവൻ്റെ ഒരു ചാപം നീയ് ഞാൻ വലിച്ചു മുറിച്ച് ഭഞ്ചിച്ചു എന്നുള്ള ഊറ്റത്തിൽ നടക്കലേ നീയേ. എന്നാൽ എൻ്റെ ഒരു വിഷ്ണു ചാപുണ്ട്, വൈഷ്ണവ ചാപുണ്ട്. അത് നിനക്ക് വലിച്ചു മുറുക്കി ഭഞ്ചിക്കാൻ സാധിച്ചാലേ ഞാൻ നിന്നോട് യുദ്ധം തന്നെ ചെയ്യാൻ വരുന്നുള്ളൂ. എന്നാൽ നമുക്ക് ദ്വന്ദ്വയുദ്ധം ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പം എല്ലാവരെയും വധിക്കും. എൻ്റെ ഈ വൈഷ്ണവ ചാപം നിനക്ക് വലിച്ചു മുറുക്കി ഭഞ്ചിക്കാൻ സാധിച്ചാൽ ഞാൻ യുദ്ധം നമുക്ക് ചെയ്യാം. ഇല്ലേച്ചാൽ ഞാൻ ഇപ്പോൾ അത് നിനക്ക് പറ്റില്ലേച്ചാൽ ഞാൻ ഇപ്പം എല്ലാവരെയും വധിക്കും. ഞാൻ ക്ഷത്രിയന്മാരുടെ കാലനാണെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭൂമി എന്നെ കുലുങ്ങി. ഭൂമിക്ക് പേടിയായി, ഭൂമിദേവിക്ക് തന്നെ പേടിയായി. അവിടെ നമുക്ക് നിർത്താം. എന്നിട്ട് നാളെ കണ്ടിന്യൂ ചെയ്യാം. ദണ്ഡവത് പ്രണിപത്യാഹ പുത്രപ്രാണം പ്രയച്ഛമേ ഇതി ബ്രുവന്തം രാജാനമനാദൃത്യ രഘുത്തമം ഉവാച നിഷ്ഠുരം വാക്യം ക്രോധാൽ പ്രചലിതേന്ദ്രിയ ത്വം രാമ ഇതി നാംനാമേ ചരസി ക്ഷത്രിയാധമ ദ്വന്ദ്വയുദ്ധം പ്രയച്ഛാശു യദി ത്വം ക്ഷത്രിയോസി വൈ പുരാണം ജർജരം ചാപം ഭങ്ക്ത്വാ ത്വം കഥസേ മുധാ അസ്മിംസ്തു വൈഷ്ണവേ ചാപേ ആരോപയസി ചേദ്ഗുണം തദാ യുദ്ധം ത്വയാ സാർദ്ധം കരോമി രഘുവംശജാ നോ ചേൽ സർവാൻ ഹനിഷ്യാമി ക്ഷത്രിയാന്തകരോ ഹ്യഹം ഇതി ബ്രുവതി വൈ തസ്മിംശ്ചാലവസുധാഭൃശം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.